ഹായ് ഗൈസ്, വെൽക്കം ടു ജൂബോൾ. 6 മാർക്ക് ഉറപ്പാണ്. നിങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുകയാണെങ്കിലും നിങ്ങൾക്ക് ഗവൺമെന്റ് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഈ ഒരു ചോദ്യം ഇല്ലാതെ എന്തായാലും നാളത്തെ എക്സാം നടക്കില്ല. 6 മാർക്കിന്റെ ഡിറ്റർമിനൻസിൽ നിന്ന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം വാല്യൂസ് മാറിയേക്കാം, പക്ഷേ ക്വസ്റ്റ്യൻ ഈ ടൈപ്പിൽ തന്നെ ആയിരിക്കും. സോ നോക്കിക്കോ, സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ബൈ മെട്രിക്സ് മെത്തേഡ്. ഒരുപാട് പേർക്ക് ചെയ്യാൻ അറിയാം, ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്, ഒരുപാട് പേർക്ക് തെറ്റിപ്പോകാറുണ്ട്. വളരെ കൃത്യമായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു ചോദ്യം പഠിച്ചെടുക്കാൻ പോകുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 2x - 3y + 5z = 11, 3x + 2y - 4z = -5, x + y - 2z = -3. നിങ്ങൾ ആദ്യം ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എ പാർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാകാം. ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ AX = B എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതുക എന്നൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം ഇവിടുന്ന് എയും ബിയും അതേപോലെ തന്നെ എക്സും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നോക്കിക്കോ, A = നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും കോയിഫിഷ്യൻസ്, അതാണ് നിങ്ങൾ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഉള്ളിലാക്കിയിട്ട് എഴുതേണ്ട അവിടുത്തെ എലമെന്റ്സ്. അപ്പോൾ ദാ ഫസ്റ്റ് റോയിൽ എഴുതേണ്ടത് ഇവിടെ എക്സിൻ്റെത് 2, ഇവിടെ വൈയുടേത് -3, ഇവിടെ സെഡിൻ്റെത് 5, അതാണ് കോയിഫിഷ്യൻസ്. അപ്പോൾ ദാ 2 - 3 5 എന്ന് വരും, ഈസി. രണ്ടാമത്തത് 3 2 - 4, 3 2 - 4 എന്ന് എഴുതുന്നു. മൂന്നാമത്തത് 1 1 - 2 നിന്ന് തന്നെ എഴുതണേ. ഓക്കെ, അപ്പൊ നമുക്ക് എ കിട്ടി. ഇനി അടുത്തത് എക്സ് അല്ലേ, അപ്പൊ എക്സ് = അത് നിങ്ങളൊരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതേണ്ടത്, അതായത് കുത്തനെ XYZ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അൺനോൺ വേരിയബിൾസ് ഏതൊക്കെയാണോ അത്. ഇനി അടുത്തത് ബി എന്ന് പറയുന്ന സബ്സെറ്റ്, ബി എന്ന് പറയുന്ന മെട്രിക്സ് 11 - 5 -3, 11 - 5 -3. ഇത്രയും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ഇതാണ്. AX = B എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ ഇതാ ഏകദേശം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എയും എക്സും ബിയും ഇതെല്ലാം കൂടി ഒരുമിച്ച് എഴുതിയാൽ മതി കേട്ടോ. A × X = B എന്ന് എഴുതിയാൽ മതി. അപ്പോൾ AX = B ആണെങ്കിൽ X = A ഇൻവേഴ്സ് B. A ഇൻവേഴ്സ് B ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, ആ എക്സ് എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ്, അതായത് XYZന്റെ വാല്യൂസ്. അപ്പോൾ A ഇൻവേഴ്സ് വേണം, അതേപോലെ ബി അവിടെ ഉണ്ട്. എ ഇൻവേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ആദ്യത്തത് ഡിറ്റർമിനന്റ്, രണ്ടാമത്തത് അഡ്ജോയിന്റ്. 1/ഡിറ്റർമിനന്റ് × അഡ്ജോയിന്റ് ആണ് നമ്മുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ, അതായത് ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ് ആദ്യം ഫൈൻഡ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം. സോ ഫസ്റ്റ് ഇതാണ് 2 എന്ന് പറയുന്ന എലമെന്റ്. അപ്പോൾ 2 ഇൻറ്റു ഞാൻ ആ റോ ക്യാൻസൽ ചെയ്യുന്നു, കോളം ക്യാൻസൽ ചെയ്യുന്നു, റോ ക്യാൻസൽ, കോളം ക്യാൻസൽ. അപ്പോൾ എനിക്ക് വരുന്നത് 2 × -2 -4, 1 × -4 -4. അപ്പോൾ ദാ -4 മൈനസ് വീണ്ടും -4 അല്ലേ, ഇട്ട് കൊടുത്തു മൈനസ്. ഇനി അടുത്ത എലമെന്റ് രണ്ടാമത്തെ നോക്കടാ, -3 അല്ലേ, പ്ലസ് മൈനസ് പ്ലസ്, അങ്ങനെയല്ലേ നമ്മൾ ഡിറ്റർമിനന്റ് എഴുതുമ്പോൾ വാല്യൂസ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ -3 ഇൻറ്റു അതിന് നേരെയുള്ള റോ ക്യാൻസൽ, കോളം ക്യാൻസൽ, 3 × -2 -6, മൈനസ് 1 × -4 -4. അപ്പം നമ്മൾ എഴുതേണ്ടത് -6 -4 പ്ലസ് മൂന്നാമത്തത് നോക്കിയേ, മൂന്നാമത്തത് 5 ആണ്. 5 ഇൻറ്റു റോ ക്യാൻസൽ ചെയ്യുക, കോളം ക്യാൻസൽ ചെയ്യുക, 3 × 1 3, -2 × 1 2. അപ്പം നമുക്ക് 5 × 3 - 2 എന്ന് എഴുതാം, ഈസിയാണ്. ഇനി നോക്കിക്കോ, -4 + 4 ഇത് 0 ആയി പോകില്ലേ, ദിസ് ഈസ് 0. അപ്പോൾ അതുകൊണ്ട് അത് എഴുതണമെന്നില്ല. പിന്നെ അവിടെ വരുന്നത് 3 ഇൻറ്റു -6 + 4, അതായത് മൈനസും പ്ലസ് ആയി. അപ്പോൾ നമുക്ക് -2 എന്ന് കിട്ടും. പ്ലസ് 5 ഇൻറ്റു 3 - 2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. സോ നമ്മുടെ ആൻസർ -6 + 5 എന്ന് വരും. ആൻഡ് ദ ഡിറ്റർമിനന്റ് വാല്യൂ ഈസ് -1. ഡിറ്റർമിനന്റിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് അഡ്ജോയിന്റ് ആണ്. അഡ്ജോയിന്റ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം കോഫാക്ടർ മെട്രിക്സ് ഫൈൻഡ് ചെയ്യണം. നിങ്ങൾ പല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു മെത്തേഡ് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ മൈനസും കോഫാക്ടേഴ്സും ഒക്കെ ഫൈൻഡ് ചെയ്താൽ മതി. നമ്മുടെ ഈ മെട്രിക്സ് ഇല്ലേ, ഇത് ഞാൻ 4 തവണ എഴുതുന്നു. ഒരുവിധ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഈ മെട്രിക്സ് നമ്മൾ 4 തവണ ഇങ്ങനെ എഴുതും. 2 - 3 5 4 എണ്ണമായിട്ട് എഴുതിയേ. അടുത്ത റോ 3 2 - 4, 3 2 - 4, 3 2 - 4. ലാസ്റ്റ് റോ 1 1 - 2, 1 1 - 2, 1 1 - 2. ഇതൊന്നുകൂടി എഴുതുന്നുണ്ട്. 2 - 3 5, 2 - 3 5. അതാണ് 4 വട്ടം എഴുതുന്നത്, ഇങ്ങനെയാണ് കേട്ടോ. 3 2 - 4, 3 2 - 4, 1 1 - 2, 1 1 - 2. ഇപ്പോൾ നോക്ക്, നിങ്ങൾ 1 തവണ 2 തവണ 3 തവണ 4 തവണ ആ മെട്രിക്സ് എഴുതി. എന്നിട്ട് ബൗണ്ടറി എലമെന്റ്സ് ഇല്ലേ, ബൗണ്ടറി എലമെന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ, അതായത് ബൗണ്ടറി എലമെന്റ്സ് നമുക്ക് വേണ്ട, അത് ഒഴിവാക്കുന്നു, ബാക്കിയുള്ളത് പരിഗണിക്കുന്നു. ബൗണ്ടറി എലമെന്റ്സ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഓരോ 4 എണ്ണം വീതം എടുത്തിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ഇത്, പിന്നെ കാണുന്നത് ഇത്, പിന്നെ അടുത്തത് എടുക്കേണ്ടത് ഇത്. എന്നിട്ട് കോഫാക്ടർ മെട്രിക്സ് നമ്മൾ എഴുതാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ, ഇനി നമ്മൾ എഴുതുന്നത് കോഫാക്ടർ മെട്രിക്സ് ആണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ അഡ്ജോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് എഴുതുന്നത് നോക്കിക്കും. ഫസ്റ്റ്
2 ഇൻറ്റു -2 -4 -4 -4 അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെ -4 -4 അപ്പോൾ ഫസ്റ്റ് എലമെന്റ് കിട്ടി. രണ്ടാമത്തത് 1 ഇൻറ്റു -4 അങ്ങനെ തന്നെ എഴുതണം കേട്ടോ, മാർക്ക് ചെയ്തവാണെങ്കിൽ. രണ്ടാമത്തത് 1 ഇൻറ്റു -4 -4 3 ഇൻറ്റു -2 -6 അപ്പോൾ -4 -6. മൂന്നാമത്തത് 1 ഇൻറ്റു 3 3 1 ഇൻറ്റു 2 2 അപ്പോൾ 3 -2 വരും. അടുത്തത് 1 ഇൻറ്റു 5 5 -2 ഇൻറ്റു -3 ദാറ്റ് ഈസ് 6 അപ്പോൾ 5 - 6 എന്ന് എഴുതാം. അടുത്തത് -2 ഇൻറ്റു 2 -4 -1 ഇൻറ്റു 5 5 അപ്പം -4 -5 എന്ന് വരും. അടുത്തത് 1 ഇൻറ്റു -3 -3 -1 ഇൻറ്റു 2 2 അപ്പം -3 -2 എന്ന് വരും. ആൻഡ് ലാസ്റ്റ് റോ ആണ് -3 ഇൻറ്റു -4 12 -2 ഇൻറ്റു 5 10 അപ്പം 12 - 10 എന്ന് എഴുതാം, ഈസി. ഇനി അടുത്തത് നോക്ക് 5 ഇൻറ്റു 3 15 -2 ഇൻറ്റു -4 -8 അപ്പോൾ 15 -8 എന്ന് വന്നു. അടുത്തത് 2 ഇൻറ്റു 2 4 -3 ഇൻറ്റു 3 -9 അപ്പോൾ 4 -9 എഴുതാം. നിങ്ങൾ ഓരോ വാല്യൂ എഴുതുമ്പോഴും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, തെറ്റിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതാ നോക്കിക്കോ, ഫസ്റ്റ് -4 + 4 0 വരും. ആൻഡ് -4 + 6 2 വരും. 3 - 2 1 5 - 6 -1 -4 -5 -9 -3 - 2 -5 12 - 10 2 15 + 8 23 4 + 9 13 എന്ന് വരും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കോഫാക്ടർ മെട്രിക്സ്. പക്ഷേ നമുക്ക് വേണ്ടത് അഡ്ജോയിൻ്റാണ്. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ അഡ്ജോയിന്റ് എ എന്ന് വിളിക്കുക. അപ്പോൾ നോക്ക്, ഇത് വെറുതെ ഒന്ന് റോനെ പിടിച്ച് കോളമാക്കുകയും കോളത്തെ പിടിച്ച് റോ ആക്കുകയും ചെയ്താൽ മതി. 0 2 1 ആണ് ഫസ്റ്റ് റോ, അപ്പോൾ 0 2 1 ഫസ്റ്റ് കോളമായിട്ട് എഴുതാം. -1 -9 -5 ആണ് സെക്കൻഡ് റോ, -1 -9 -5 അപ്പോൾ അത് സെക്കൻഡ് കോളമായിട്ട് എഴുതാം. 2 23 30 ആണ് തേർഡ് റോ, 2 23 13 എന്നത് തേർഡ് കോളമാക്കിയിട്ട് എഴുതുന്നു. അപ്പോൾ ഇതാണ് അഡ്ജോയിന്റ്. വളരെ സിമ്പിൾ അല്ലേ? ഇനി നമ്മളുടെ ഇക്വേഷൻ പ്രകാരം x = A ഇൻവേഴ്സ് B അതായത് ഇങ്ങനെ എഴുതേണ്ടത് 1/ഡിറ്റർമിനന്റ് A ഇൻറ്റു അഡ്ജോയിന്റ് A ഇൻറ്റു B. ഇതല്ലേ ആക്ച്വലി നമ്മളുടെ A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതിനോടൊരു B കൂടി ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും 1/-1 ഇൻറ്റു അഡ്ജോയിന്റ് A. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ശ്രദ്ധിക്കണേ, അഡ്ജോയിന്റ് A എന്ന് പറഞ്ഞാൽ 0 - 1 2 2 - 9 23 1 - 5 13 ഇൻറ്റു നിങ്ങളുടെ B എന്ന് പറയുന്ന മെട്രിക്സ് എന്താ നോക്കടാ. നമുക്ക് ആദ്യം എഴുതിയത് അതാ 11 - 5 -3. ഓക്കെ, നിങ്ങൾ ആദ്യം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തോ, എന്നിട്ട് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതൊരു സ്കെയിലാർ അല്ലേ? കാരണം അല്ലെങ്കിൽ നിങ്ങൾ ചില സമയത്ത് ഇവിടെയൊക്കെ 17 അതേപോലെ 10 ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ ഇതും മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഇത് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻസ് ഒക്കെ ഒന്ന് ആകെ അലമ്പാവും. അപ്പോൾ ഇത് രണ്ടും ആദ്യം ചെയ്യാം, എന്നിട്ട് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഫൈനൽ കിട്ടുന്ന ആൻസർ. അപ്പോൾ ചെയ്തോ. ഇതൊരു 3/3 മെട്രിക്സ് ആണ്, ഇതൊരു 3/1 ആണ്. അപ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സ് എന്തായിരിക്കും? ഇവിടുത്തെ 3ഉം ഇവിടുത്തെ 1ഉം ഒരു 3/1 തന്നെ ആയിരിക്കും. സോ നമുക്ക് ചെയ്ത് നോക്കാം. x = 1/-1 എന്ന് പറഞ്ഞാൽ -1 അല്ലേ? അപ്പോൾ -1 ഇൻറ്റു ഇനി ഇതാ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഈ റോയും ഈ കോളും അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുക. 0 × 11 0 പ്ലസ് പിന്നെ അടുത്ത് നോക്ക് -1 ഇൻറ്റു -5 +5 ഓക്കെ 2 ഇൻറ്റു -3 -6 അപ്പോൾ +-6. അടുത്ത റോ നോക്കേ. അപ്പോൾ ഈ റോയും ഈ കോളും 2 ഇൻറ്റു 11 22 പ്ലസ് അടുത്തത് -9 ഇൻറ്റു -5 45 പ്ലസ് അടുത്തത് 23 ഇൻറ്റു -3 ദാറ്റ് ഈസ് -69. അടുത്തത് ഇനി ഈ റോയും ഈ കോളും 1 ഇൻറ്റു 11 ഫസ്റ്റ് വരുന്നത് 11 പ്ലസ് അടുത്തത് -5 25 വരും പ്ലസ് അടുത്തത് 13 ഇൻറ്റു -3 അതായത് -39 വരും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആൻസർ ഒന്നുകൂടി അടിപൊളിയാക്കി തരുന്ന സമയത്ത് -1 ഇൻറ്റു 5 -6 എന്നാണ് വരിക, അതായത് -1 22 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ 67 67 -69 എന്ന് വരും -2 11 പ്ലസ് 25 36 36 -39 എന്ന് പറഞ്ഞാൽ -3 കിട്ടും. ആ -1 കൊണ്ട് നിങ്ങൾ ബ്രാക്കറ്റിലേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും. -1 ഇൻറ്റു -1 നമുക്ക് കിട്ടുന്നത് 1 -1 ഇൻറ്റു -2 2 -1 ഇൻറ്റു -3 3. അപ്പോൾ ഇതാണ് നിങ്ങളുടെ x എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എഴുതിയത് x, y, z എന്നാണ്. അങ്ങനെയാണ് നിങ്ങളുടെ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? x = ആദ്യമുള്ളത് 1, y = രണ്ടാമതുള്ളത് 2, z = 3. അപ്പോൾ ഇതേപോലെയുള്ള ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് സമയമെടുത്ത് പഠിക്കുക ആൻഡ് സമയമെടുത്ത് ചെയ്യുക. ഒരു വാല്യൂ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മൊത്തം അലമ്പാവും. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് പഠിക്കുക. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് രാത്രി ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ലൈവിൻ്റെ ലിങ്ക് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണാം. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. ബൈ.